അപ്പോഴേ കറണ്ട് ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ബുക്കാണ് കേട്ടോ ജാനേമൻ. എന്തേ വായിക്കാൻ ഇത്ര വൈകി എന്ന് ഞാൻ വിചാരിച്ചു തുടങ്ങിയ ഒരു ബുക്ക്. അപ്പോൾ ഈ ബുക്ക് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് മനസ്സിൽ തോന്നിയ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. അതായത് നമ്മൾക്കൊരാളോടൊരു ഇഷ്ടം തോന്നി, നമ്മൾ അയാളുടെ അടുത്ത് ആ ഇഷ്ടം പറഞ്ഞു, പക്ഷേ അയാൾക്ക് നമ്മളോട് തിരിച്ച് അങ്ങനെ ഒരു ഇഷ്ടമില്ല. അപ്പോൾ നമ്മളത് കംപ്ലീറ്റ് ആയിട്ട് ആക്സെപ്റ്റ് ചെയ്യുക. ഇത് വളരെ നോർമലായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ പ്രണയം ഇഷ്ടം എന്നൊക്കെ പറയുന്നത് നമുക്കങ്ങനെ എല്ലാവരോടും തോന്നുന്നൊരു കാര്യമൊന്നുമല്ല. നമുക്കൊരാളോട് തോന്നി പക്ഷെ അയാൾക്ക് തിരിച്ച് അങ്ങനെയൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളത് പൂർണ്ണമായിട്ട് ആക്സെപ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം. അതിന് പകരം ഫോഴ്സ് ചെയ്തിട്ടോ കമ്പൽ ചെയ്തിട്ടോ ഒന്നും ഇഷ്ടം പറയിപ്പിക്കുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. ഇത് നോർമലായിട്ടുള്ളൊരു സംഭവമാണ്. പക്ഷേ വേറൊരു സെറ്റ് ഓഫ് മനുഷ്യന്മാരുണ്ട്. അതായത് നമുക്കൊരാളോട് ഇഷ്ടം തോന്നി, അയാൾക്ക് തിരിച്ച് നമ്മളോട് ആ ഇഷ്ടമുണ്ട്. പക്ഷേ അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അല്ലെങ്കിൽ എൻ്റെ ആ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെടുമോ, അവൻ എന്നെക്കുറിച്ച് എന്ത് വിചാരിക്കുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് തലമുണ്ടാക്കി ആ തോന്നിയ ഇഷ്ടം പറയാതെ മനസ്സിൽ തന്നെ കുഴിച്ചു മൂടുന്നൊരു സെറ്റ് ഓഫ് ആൾക്കാരുണ്ട്. അവർ ആക്ച്വലി അവരെ തന്നെ പറ്റിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ഈ ജീവിതം എന്ന് പറയുന്ന സംഭവം ഒരെണ്ണേ ഉള്ളടോ. അത് നമുക്കിഷ്ടമുള്ളവരുടെ കൂടെ ജീവിക്കുമ്പോഴാണ് അതിനെ കുറച്ച് മീനിങ് ഒക്കെ ഉണ്ടാകുന്നത്. അല്ലാണ്ട് കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. പിന്നെ ഈ മാധവിക്കുട്ടി എഴുതി വെച്ചിരിക്കുന്നത് പോലെ എനിക്ക് സ്നേഹം വേണം, അത് പ്രകടമായി തന്നെ കിട്ടണം. നമ്മൾക്ക് ഒരാളോടൊരു ഇഷ്ടം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ തുറന്നു പറയുക തന്നെ ചെയ്യണം, അത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക തന്നെ ചെയ്യണം. അല്ലാണ്ട് മറ്റുള്ളവരെ പേടിച്ചിട്ടോ സൊസൈറ്റിയെ പേടിച്ചിട്ടോ അവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ആ ഒരു വ്യക്തിയോട് നമ്മൾക്ക് തോന്നിയ ഇഷ്ടം നമ്മൾ തുറന്നു പറയുമ്പോഴാണ് ജീവിതത്തിനും പ്രണയത്തിനും ഒക്കെ ഒരു അർത്ഥം ഉണ്ടാവുന്നത്. കാരണം ഈ ഒരു കൊച്ചു ജീവിതത്തിൽ സ്നേഹിച്ചും സ്നേഹിക്കപ്പെട്ടും ഒക്കെ അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോഴാണോ ലൈഫിന് എന്തെങ്കിലുമൊക്കെ ഒരു കളർ ഉള്ളതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അല്ലാതെ ഭയങ്കര റോബോട്ടിക് ലൈഫായിരിക്കും. പിന്നെ ഇന്നത്തെ ഒരു സമൂഹം എന്ന് പറയുന്നത് ഗോസ്റ്റിങ്ങിൻ്റെയും സിറ്റുവേഷൻഷിപ്പിൻ്റെയും ഒക്കെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതൊക്കെ കംപ്ലീറ്റ് ആയിട്ട് ഓരോ ഇൻഡിവിജ്വലിൻ്റെയും ഫ്രീഡമാണ് കേട്ടോ. ഐ എം നോട്ട് ക്രിട്ടിസൈസിങ് ദാറ്റ്. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഈ സ്നേഹം മനസ്സിൽ വെച്ചിട്ട് മറ്റുള്ളവരെ പേടിച്ചിട്ട് പറയാതിരിക്കുന്നത് അത് ഭയങ്കര ചീറ്റിംഗ് ആണ്. അതായത് നമ്മളെ തന്നെ ചീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, വേറെ ആരെയല്ല, നമ്മുടെ മനസ്സിനെ തന്നെ. അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെന്നുണ്ടെങ്കിൽ അത് ആക്സെപ്റ്റ് ചെയ്യുക. ബാക്കിയൊക്കെ വരുന്നിടത്ത് വെച്ച് കാണാമെന്നേ, മറ്റുള്ളവരെ ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ലൈഫിൽ അൾട്ടിമേറ്റ്ലി നിങ്ങൾക്ക് നിങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ് ഞങ്ങളുടെ മുമ്പോട്ട് പോവുക. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.